ഹായ് ഗായ്സ്, ഇന്ന് വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങള് ഒരു പുതിയ സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ദുബായിലാണ് അൽസീഫ്. കുറെ ആൾക്കാർക്കൊക്കെ അറിയാലോ. അപ്പം ഞങ്ങള് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് ഗായ്സ് നശിപ്പിച്ചു. കണ്ടോ ഞങ്ങളുടെ ഓഫീസിലെ ആൾക്കാരെ ഞങ്ങള് വെറുതെ ഇത് ഇതിനകത്ത് ഞങ്ങളെ നശിപ്പിച്ചു. പോവാണ്. സോറി ഗൈസ്. ഫസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങള് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, ലൈക്ക് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. കാരണം എല്ലാവർക്കും വണ്ടിയൊന്നും ഉള്ളവരല്ലല്ലോ. അപ്പൊ അങ്ങനെ എങ്ങനെ പോവാന്നുള്ളതും ഇതിൽ കാണിക്കുന്നുണ്ട്. പ്ലസ് എന്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പുതിയതായിട്ട് ഒരാൾ UAE വരുമ്പോ എങ്ങനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. ലൈക്ക് പുതിയതായിട്ട് ആരെങ്കിലും UAE വരുവാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞങ്ങള് അൽ നുവൈമിയ 1 പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഫസ്റ്റ് ബസ്സിന് കയറിയിട്ട് യൂണിയനിൽ ഇറങ്ങും. യൂണിയൻ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ മെട്രോയ്ക്കായിരിക്കും പോകുന്നത്. അപ്പൊ കംപ്ലീറ്റ് കാര്യങ്ങള് ഇങ്ങനെ കാണിക്കാൻ ഞങ്ങളൊരു ജേർണി. ഓക്കെ, ഡോറ ഡോറ ഡോറയുടെ പ്രയാണം ഡോറ. ഇവിടെ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഇപ്പൊ നാട്ടിലെ പോലെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് പൈസ കൊടുക്കുക അങ്ങനെയല്ല. നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് കിട്ടും. അത് ബസ്സാണെങ്കിലും മെട്രോ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കാർഡിലാണ് നമ്മൾ റീചാർജ് ചെയ്തിട്ട് ഇത് നമ്മൾ സ്വൈപ്പ് ചെയ്യാ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് ദുബായിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അത്രയും കാശ് ഇതിനകത്തില്ല. അപ്പൊ മിനിമം ബാലൻസ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ ഒക്കെ കിട്ടും. അങ്ങനെ ഉണ്ട്. അപ്പൊ ഇത് ഞങ്ങളിപ്പോ റീചാർജ് ചെയ്യാൻ പോവാണ്. അപ്പൊ റീചാർജ് ചെയ്തിട്ട് വരാം. നോർമലി നമ്മൾ റീചാർജ് ചെയ്യുന്ന ദുബായിൽ ഇങ്ങനെയല്ല. നമുക്ക് ഒന്നെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിൽ നമുക്കൊരു മെഷീൻ ഉണ്ടാവും. ഇതിപ്പം ദുബായിൽ മാത്രമാണല്ലോ മെട്രോ ഉള്ളത്. ഇപ്പം നമുക്കിത് റീചാർജ് ചെയ്യാനായിട്ട് ഇപ്പം ഞങ്ങൾ അജ്മാൻ എന്ന് പറഞ്ഞ എമിറേറ്റിലാണ് ഉള്ളത്. അപ്പം ഒന്നെങ്കിലും നമുക്ക് ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റ്സിൽ എവിടെയെങ്കിലും ഒക്കെ ഇതിനുള്ള അവൈലബിലിറ്റി ഉണ്ടാവും റീചാർജ് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും നോൾ കാർഡ് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ ഈ ഒരു ഓപ്ഷനാണ് ഇപ്പം എടുത്തേക്കുന്നത്. നോൾ കാർഡ് റീചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങള് ബസ്സിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. നമുക്ക് ഇവിടെ എങ്ങനെയാ വെച്ചാല് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, എസ്ഹെയിൽ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അതിന്റെ അകത്ത് എപ്പോഴാണോ നമുക്ക് ഇവിടുന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ബസ് എന്നൊക്കെയുള്ള നമുക്ക് നോക്കാൻ പറ്റും. ഞാൻ അത് ലിങ്ക് ലൈക്ക് ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം ആ ആപ്ലിക്കേഷൻ എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്കിപ്പം കറന്റ് ഞങ്ങൾ നോക്കിയപ്പോ ഉള്ള ബസ് ടൈം 5:20 ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 5:15 ആയിട്ടുണ്ട്. അപ്പൊ 5 മിനിറ്റ്സിൽ വരും. അതൊരു ഓപ്ഷൻ ആണ് കേട്ടോ. പിന്നെ രണ്ടാമത് വേറൊരു ഓപ്ഷൻ കൂടി നോക്കും. ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തില്ല. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന അൽ നുവൈമിയ 1 അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ലൈക്ക് ടാക്സി ഒക്കെ കിട്ടും, ഷെയർ ടാക്സി. അപ്പൊ അതൊരു 15 ദിർഹംസ് ഒക്കെ വരത്തുള്ളൂ. പക്ഷെ അതൊരു സ്പെസിഫിക് ലൊക്കേഷൻ വരെ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ചിലപ്പോ ഇപ്പൊ നമുക്ക് പോകേണ്ട വേറൊരു സ്ഥലമാണെങ്കിൽ അതൊരു പോയിന്റ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ മെട്രോയ്ക്ക് പോകണം. അപ്പം 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ദുബായിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ തൽക്കാലം ബസ്സിന് തന്നെയാണ് പോകുന്നത്. ഓക്കെ, ബസ്സിൽ കയറി ഞങ്ങളിപ്പോൾ മെട്രോ സ്റ്റേഷൻ എത്തി. ഇത് സെന്റർ പോയിന്റ് മെട്രോ സ്റ്റേഷനാണ്. ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ ബസ് സെന്റർ പോയിന്റ് മെട്രോ സ്റ്റേഷൻ വരെ ഉള്ള ബസ്സായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇനി ബുർജുമാനിലേക്കുള്ള മെട്രോ കയറിയിട്ട് ബുർജുമാൻ മെട്രോ സ്റ്റേഷനിലേക്കായിരിക്കും ഇറങ്ങുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് അല്ല കാർഡ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല. മെട്രോ സ്റ്റേഷനകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമ്മൾ ഇത് ടാപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ ഇവിടെ ആ ഒരു മെഷീനിൽ. അപ്പം നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റും. നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇവിടെ മെട്രോ ട്രെയിൻ വരുന്നതിന് 1 മിനിറ്റ് മുന്നേ അനൗൺസ് ചെയ്യും. അതുപോലെ ട്രെയിൻ വന്ന് 1 മിനിറ്റിൽ പോവും. അപ്പൊ എപ്പോഴും ഒരു 5 to 7 മിനിറ്റ്സിൽ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ റെഡ് ലൈനിലേക്കൊക്കെ പോകാൻ ആണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റ്സിലൊക്കെ ട്രെയിൻ ഉണ്ട്. കണ്ടിന്യൂസ്ലി ഉണ്ട് ട്രെയിൻ. അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, മെട്രോയിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ട്രെയിനിലൊക്കെ വുമൻസ് കമ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഇവിടെ ഉണ്ട് വിമൻ, അതുപോലെ കുഞ്ഞ്
കുട്ടികളുള്ള അമ്മമാർക്കും ഇതിന്റെ അകത്ത് കയറാം. അല്ലാതെ ആര് കയറി കഴിഞ്ഞാലും ഫൈൻ കിട്ടും. ഫൈൻ കാരണം എപ്പോഴും ഇവിടെ ചെക്കിംഗ് ഉണ്ടാവും. ബസ്സിലും അതുപോലെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ബസ്സിൽ അങ്ങനെ വുമൻസിന് പ്രത്യേകം സീറ്റ് ഉണ്ട്, അത് അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ കമ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞാൽ അവര് കണ്ടു കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നോൾ കാർഡിൽ എപ്പോഴും മിനിമം ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു 7.50 ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഒരു 8 to 9 months മുന്നേ വരെ അങ്ങനെ ആയിരുന്നു. ഇനിയിപ്പം റൂൾ ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ. മാറിയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും കീപ്പ് ചെയ്യുക. കാരണം എപ്പോഴും ചെക്കിംഗ് ഉണ്ട്, അതും ചെക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടും. പിന്നെ വേറെ ഒരു കാര്യം, നമ്മൾ എപ്പോഴും ടാപ്പിൻ, അതായത് നമ്മളിപ്പം ബസ്സിലാണെന്നുണ്ടെങ്കിൽ ടാപ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് ഔട്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും കാർഡ് ടാപ്പ് ചെയ്യുമ്പം പേഴ്സ് ലോ എന്ന് പറഞ്ഞ് കാണിക്കും. അത് നമുക്ക് ഫൈൻ കിട്ടിയതാണ്. അപ്പൊ അതിൽ നിന്നും കട്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് നമ്മൾ ടാപ്പ് ചെയ്ത് ലോഗ് ഔട്ട് ചെയ്തിരിക്കണം. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തി ബുർജുമാൻ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇപ്പം ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ള ട്രെയിൻ, അതുപോലെ ഇപ്പം നമുക്ക് ഇന്റർചേഞ്ച് ചെയ്ത് കയറേണ്ട ട്രെയിൻ, അപ്പൊ അത് ഏത് ഡയറക്ഷൻ ആ ലൊക്കേഷൻ ആണെന്നൊക്കെ ഉള്ളത് അറിയാനായിട്ട് നമുക്ക് എപ്പോഴും മെട്രോ സ്റ്റേഷനിൽ ഇങ്ങനെയുള്ള ലൊക്കേഷൻ മാപ്പ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് മെട്രോ ഇറങ്ങിയിട്ട് ഇന്ന ഡയറക്ഷനിലേക്ക് പോകാനുള്ള ബസ് നമ്പർ, അതുപോലെ ഏത് എക്സിറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈഡിലേക്ക് പോകാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ഐഡിയ നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് കിട്ടും. അപ്പൊ ഞങ്ങളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏത് എക്സിറ്റ് വഴിയാണ് പുറത്തിറങ്ങേണ്ടതെന്നുള്ളത്. നമ്മളിപ്പോ ബുർജുമാൻ മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് നമുക്കൊരു 1 kilometer നടക്കാനുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഡയറക്ഷൻ ചെക്ക് ചെയ്തോണ്ടിരിക്കുക, ലൈക്ക് ഏത് സൈഡിലേക്കാ പോകണ്ടേന്നുള്ളത്. എന്നിട്ട് നമുക്കൊരു 1 kilometer നടന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ടിലെത്തി. നമുക്ക് നോക്കാം ഏത് റൂട്ടാ നടക്കണ്ടേന്നുള്ളത്. ഗൈസ്, ഞങ്ങൾക്ക് ഒരു എത്തുപിടി കിട്ടുന്നില്ല. കുറെ വഴികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞങ്ങൾ ഈ ചേട്ടനോട് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു നേരെ പോയാൽ മതി എന്നുള്ളത്. അതനുസരിച്ച് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടൊക്കെ തെറ്റിച്ചൊക്കെയാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത്. പിന്നെ ഈ ചേട്ടനോട് ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ ആ ഒരു വിശ്വാസം നടന്നു പോവാ. നമുക്ക് നോക്കാം എവിടെ എത്തിച്ചേരും, ഇത് കറക്റ്റ് ആണോ ഇല്ലെന്നൊക്കെ ഉള്ളത് നമുക്കിപ്പൊ കണ്ടറിയാം. ഞങ്ങൾക്കൊരു നോട്ടീസ് ഒക്കെ തന്നിട്ടുണ്ട്. നോട്ടീസ് അല്ലേ അത്? ഫുഡ് മെനു ഫെറി എന്ന് തോന്നുന്നു. ചേച്ചി തന്നിട്ടുണ്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട്. നമുക്ക് തിരിച്ചു വന്നിട്ട് ട്രൈ ചെയ്യാം. അപ്പത്തേക്ക് ഏതാണ്ട് ഒരു തീരുമാനമാവും. ഇവിടെ നമ്മൾ നടക്കുമ്പോൾ എപ്പോഴും സീബ്ര ക്രോസിംഗ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. 200 dirham ഫൈനാണ് കേട്ടോ. അതാണ് സംഭവം. ഒത്തിരി കാശൊക്കെ ഉണ്ടെങ്കിൽ അഡ്വഞ്ചറസ് ആവാൻ വേണ്ടി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വരിക. വന്നു കഴിഞ്ഞാൽ അവർ നിർത്തി തരും. പെഡസ്ട്രിയൻസിനാണ് പ്രയോറിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച ഒരു പാഠം 1 സീബ്ര ക്രോസിംഗ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഗൈസ്, നമുക്ക് വഴി തെറ്റിയിരിക്കുന്നതാണ് തോന്നുന്നത്. യാതൊരു രീതിയിൽ പരിചയമില്ലാത്തൊരു അപരിചിതമായ സ്ഥലമാണ്. എന്ത് ചെയ്യും ഗൈസ്? ഗൂഗിളിനോട് ചോദിച്ചു നോക്കാം എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഉണ്ടോ. ഷോർട്ട് കട്ട് ഇല്ലെങ്കിൽ ശരിയായ വഴികൾ കിട്ടിയാൽ മതിയോ? നമ്മള് ഗൂഗിൾ മാപ്പിൽ നോക്കി ഇപ്പം കണ്ടോ 2 സുഹൃത്തുക്കൾ കണ്ടുപിടിക്കുകയാണ്. സുഹൃത്തുക്കളെ അതിന്റെ അത്സരത്തിലേക്കുള്ള വഴി കുട്ടിയോട് ചോദിക്കും. കിട്ടി ഗൈസ്, നമുക്ക് ഒരാളെ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ആതിരക്കുട്ടിയുടെ ആതിര ബെബ്സിന്റെ ഒരു ഫ്രണ്ടിനെ, ആതിരശേഷിനെ ആതിരശേഷിക്ക് എന്നെ അറിയാവുന്ന ചോദിച്ചു കുട്ടി പരിചയപ്പെടുന്നുണ്ട്. ഇത് നമുക്കുള്ള ഒരു വഴിത്തിരിവായിരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഗായ്സ്, ഞങ്ങൾ ചെറുതായി അവശ്യനിലയിലാണ്. വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ഇവിടെ നമ്മള് നാട്ടിലെ കാണുന്ന പോലെ ഓടിച്ചാടി ഒന്നും പോകാൻ പറ്റത്തില്ല. ഈ സിഗ്നലൊക്കെ മാറുന്നതൊക്കെ നോക്കി അതനുസരിച്ച് മാത്രമേ പോകാവുള്ളൂ. ഇല്ല ഫൈൻ അടിച്ച് കിട്ടും. ഗൈസ്, നമ്മളിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൽസിഫിന്റെ സെന്റർ ഭാഗത്താണ് എത്തിയേക്കുന്നത്. അതായത് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ന്യൂ ദുബായും ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് ദുബായും കാണാൻ പറ്റും. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. 2 dirhamsന് നമുക്ക് ബോട്ടിൽ കയറി പോവാം. അല്ല 2 dirhamsന് ആക്റ്റീസിന് ബോട്ടിൽ കയറി ഡയറക്റ്റ് പോകും. നടന്ന് അൽസീഫിലെത്തിയിരിക്കുകയാണ്. ഇതാണ് സെന്റർ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാലാണ് ന്യൂ ദുബായ്, ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഓൾഡ് ദുബായ്. പിന്നെ നമുക്ക് വിശക്കുന്നുണ്ട്. ഇവിടെ നല്ലൊരു ഷവർമ കിട്ടുന്ന കടയും ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ പോയിട്ട് പറയാൻ റിവ്യൂ നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ട് അവിടെ ഞങ്ങൾ പോകുന്നുണ്ട്. അത് ഓൾഡ് ദുബായിലാണ്. സോ അതുകൊണ്ട് ഞങ്ങള് ഫസ്റ്റ് ഓൾഡ് ദുബായിലാണ് പോകുന്നത്. ഓക്കെ,
Let's go. Guys, കണ്ടോ ഓൾ ദുബായ് ഇവിടെ തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയായിരുന്നു പഴയ ബിൽഡിങ്സ് ഒക്കെ ഉള്ളത്. കണ്ടോ ഗൈസ്, കണ്ടോ? പക്ഷെ നല്ല ഭംഗിയുണ്ട് അവരുടെ സെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു പഴയ ലുക്ക്. ഇവിടെ ഇവരുടെ പഴയ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. കുട്ടി കുട്ടി സാധനങ്ങൾ, ഡ്രസ്സ്, കുറെ ഐറ്റംസ് ഉണ്ട്, നമുക്ക് മേടിക്കാം വേണമെങ്കിൽ. നല്ല രസമുണ്ട്. ഭയങ്കര ഒരു ലൈക്ക് ആ ഒരു ഓൾ ദുബായ് എന്ന് പറയുമ്പോ വളരെ ശരിക്കും ഒരു ഫീല് നമുക്ക് ഇവിടെ വരുമ്പോഴാട്ടോ കിട്ടുന്നത്. കണ്ടോ ഇവിടുത്തെ പഴയ ആ ഒരു ഇവരുടെ ട്രഡീഷന്റെ പാർട്ടായിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ശരിക്കും നമ്മള് മറ്റേ ഒരു എന്തായിരുന്നു സഞ്ചാരി ചാനലൊക്കെ കാണുമ്പോ നമ്മള് ഇങ്ങനെ നടക്കുന്ന ആ ഒരു അനുഭൂതിയൊക്കെ കിട്ടുന്നു. ഇതിനുള്ളിൽ ഇങ്ങനെ കുറെ ഡിഫറെന്റ് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ എനിക്ക് മനസ്സിലായില്ല. എന്താ ഇത് നമുക്ക് ആളോട് ചോദിക്കണോ? പെർഫ്യൂം ആണോ? അതൊരു പെർഫ്യൂം ഷോപ്പായിരുന്നു. പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട്. അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു രീതി കാണാൻ തന്നെ നല്ല എലഗന്റ് ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് ആ ഒരു പഴയ കാലത്ത് എങ്ങനെയാണോ ബിൽഡിങ്സ് ഉണ്ടാക്കുന്നതെന്നുള്ള ലൈക്ക് നമുക്കത് കാണുമ്പോഴത്തേക്കും ശരിക്കും അവർ ആ ഒരു സെയിം ഫീൽ വെച്ച് തന്നെ അത് റീക്രിയേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ സംരക്ഷിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര ഒരു ഡിഫറെന്റ് ഫീലാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറെയൊക്കെ ഇപ്പൊ ഹോട്ടൽസ് ആണ്, നമുക്ക് അവിടെ താമസിക്കാൻ പറ്റും. അപ്പം കുറെയൊക്കെ അങ്ങനെയാണ് അവര് കൺസേർവ് ചെയ്തേക്കുന്നത്. ഇതിന്റെ മുകളിൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആ കാണുന്നതൊക്കെ റെസ്റ്റോറന്റ്. അത് സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ടൊക്കെ പോവാം. നമ്മുടെ നാട്ടില് തൂക്കുവിളക്കൊക്കെ പോലെ ഇവിടെ ഫുൾ തൂക്കുവിളക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഉണ്ട്. ഓ, ഇത് ഹിൽട്ടന്റെ ഹോട്ടലാണ്. ഗൈസ്, ഇത് ഹിൽട്ടന്റെ ഹോട്ടലാണ് കേട്ടോ. ഇപ്പഴല്ല മനസ്സിലായത്. ഇവിടെ നമുക്ക് ഇങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും. അതൊക്കെ കുറെയൊക്കെ അഫോർഡബിൾ റേറ്റ് ഉണ്ട്. പല റേഞ്ചാണ് നമുക്ക് മേടിക്കാൻ പറ്റുന്ന റേറ്റ് ഉണ്ട്. ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ആ ഒരു റേഞ്ച് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ കടയിൽ ജസ്റ്റ് കയറി ഇവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കിയത്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ചേട്ടൻ അപ്പത്തേക്ക് ഇറങ്ങി വന്നു. ജസ്റ്റ് തൊപ്പിയൊക്കെ വെച്ച് നോക്കിയിട്ട് അപ്പം തന്നെ ഇറങ്ങി. എനിക്ക് തോന്നുന്നു പുള്ളി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ഞങ്ങളെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ സ്പോട്ടിൽ അപ്പം തന്നെ ഇറങ്ങിപ്പോയി. ഇത് ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ആ ഒരു ലൈറ്റിങ്ങും ആ ഒരു വാളിന്റെ കളറും ആ ഒരു ടെക്സ്ചറും ഒക്കെ ഭയങ്കര രസം. ഇത് ഇരിക്കാൻ പറ്റുന്ന ലൈക്ക് ആ ഒരു കപ്പലിന്റെ ഒക്കെ ബോട്ടിന്റെ ഷേപ്പിലുള്ള ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ നടന്ന് അൽസീഫിന്റെ ഒരു പകുതിയോളം ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പക്ഷെ നല്ല രസമാണ്. ആ ഒരു ലൈറ്റിങ്ങും ബിൽഡിങ്ങും ഒക്കെ നല്ല രസമുണ്ട്. എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. ലൈക്ക് ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നാട്ടിൽ നിന്ന് വന്ന എന്റെ ഫ്രണ്ടാണിത്. ആദ്യമായിട്ട് എല്ലാം കാണിച്ചു കൊടുക്കുക. ഒട്ടകം കണ്ടതിന്റെ സന്തോഷം കണ്ടോ ഗൈസ്? കണ്ടോ? പിന്നെ അതുപോലെ ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഗൂഗിൾ മാപ്പ്. ഇവളാണ് കംപ്ലീറ്റ് എല്ലാ സ്ഥലവും കണ്ടുപിടിച്ച് സ്പോട്ട് ചെയ്ത് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ആതിര ബീച്ച്. മറ്റേത് ടീനു. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പാണിത്. ഇത് ഭയങ്കര ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റോൺസ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് പല കളേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പി ഫീലിംഗ് ഇല്ലേ, അങ്ങനെ ഒരു എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് കളേഴ്സൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട് അവിടുത്തെ ഓരോ സ്റ്റോൺസ് നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണം എന്നൊക്കെ ഉള്ളത്. ഇവര് കടയുടെ അടുത്ത സൈഡിലോട്ട് പോയപ്പോഴത്തേക്ക് ശരിക്കും ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഒരു കൊട്ടാരത്തിന്റെ പ്രതീതിയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ കുറെ പാത്രങ്ങളും അവരുടെ കുറെ പഴയ കാലത്തെ അവരുടെ കൾച്ചറിന്റെ പാട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നല്ല രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട്.
നമ്മുടെ അവിടുത്തെ കാണുന്ന പോലെ ചോട്ടാ ഭീമിനെ ഒന്നും കാണാത്തോണ്ടൊരു സുഖമില്ല. കണ്ടോ ഗൈസ്, ചോട്ടാവിയുമില്ല. ചോട്ടാ ഭീമില്ല. ഗൈസ് ഇത് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. പക്ഷെ എന്റെ ബാക്ക്ഗ്രൗണ്ടില് ഒരു തെണ്ടി കയറി വന്നു. സമാധാനമായിട്ടൊരു വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. ഫുൾ പിന്നെ ഇന്ററപ്ഷൻസ് ആയിരുന്നു, ഇന്ററപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു. ഹൂ ഈസ് ദാറ്റ്? ഇത് പഞ്ചാബികളുടെ ഒരു റെസ്റ്റോറന്റ് ആണ്. ഇവിടെ അവരുടെ കൾച്ചറിന്റെ പാർട്ടായിട്ടുള്ള ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു അത് കേൾക്കാൻ. ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടാണ് അങ്ങോട്ട് ചെന്നത്. അപ്പൊ അവര് പറഞ്ഞു അവിടെ നിന്ന് ഫുഡ് കഴിക്കുവാണെങ്കിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നിരാശരായി ഞങ്ങൾ തിരിച്ചു മടങ്ങി ഗൈസ്. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടോണ്ട് കുട്ടികളൊക്കെ വന്നങ്ങ് ആർഭാദിക്കുകയാണ്. ഈ ബലൂൺ വിറ്റോണ്ടിരുന്ന ചേട്ടന്റെ അടുത്ത് പോയി ഞാനൊരു ഫോട്ടോ എടുത്തപ്പോൾ പുള്ളി ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, എന്താ ഫോട്ടോ എടുത്തോന്ന്, വേഗം പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും പുള്ളിയോട് ഞാൻ കൃതാർത്ഥയായി. എനിക്ക് ഭയങ്കര ഹാപ്പി. ഇവിടെ കുറെ ടൈപ്പ് സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ അൽസീഫ് ഓൾ ദുബായ് നമ്മൾ കണ്ടു തീർന്നു. ഇനി അടുത്ത് ഞങ്ങൾക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല, കംപ്ലീറ്റ് എനർജി തീർന്നു. അങ്ങനെ ഞങ്ങള് റെസ്റ്റോറന്റ് തപ്പി നടക്കുവാണ്. അപ്പം കുറച്ച് നടന്ന് നോക്കുവാണ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഗൈസ് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് കുറെ നേരമായി ഗൈസ് നടക്കുന്നു. ഇതുവരെ നമുക്ക് അല്പം നേരം ഒരു റെസ്റ്റോറന്റ് കണ്ടിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളിത് പോകുന്നത്. ഇതൊരു നല്ല അടിപൊളി റെസ്റ്റോറന്റ് ആണ്. ഞങ്ങള് പൈസ ആയിട്ട് ഞങ്ങൾ ഈ റെസ്റ്റോറന്റ് വരും. അന്നിടാം കേട്ടോ ഇതിന്റെ വീഡിയോ. വാ പോവാ. ഇതൊരു അടിപൊളി റെസ്റ്റോറന്റ് ആണ്. അതിന്റെ ഇന്റീരിയർ ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഭയങ്കര ഒടുക്കത്തെ കാശാണ്. നമുക്ക് ഇത്രയും നമുക്കിപ്പം അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ ഇന്ന് എല്ലാം കണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങൾ ഭാവിയിൽ എപ്പോഴെങ്കിലും വരും ഇവിടെ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട്. ജസ്റ്റ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പെട്ടത് അവിടെ കയറിയിട്ട് പറ്റിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി പോരുന്നു. അങ്ങനെ ഒടുവിൽ ഞങ്ങക്ക് ഒരു സ്ഥലം കിട്ടി. ചെയ്യുക പച്ചല തിന്നതിന് മടുത്ത് ഒരിക്കലും തിന്നേണ്ട പച്ചലകൾ പോലും നമ്മൾ തിന്നുന്നത് ഗുഡ് ഫോർ ഹെൽത്ത്. ഗുഡ് ഫോർ ഹെൽത്ത് അല്ലെങ്കിൽ തിന്നത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കുറെ നാനും പിന്നെ ചില്ലി ചിക്കനും ഒക്കെ കഴിച്ചു. അത്യാവശ്യം എനർജിയിൽ ഞങ്ങൾ നെക്സ്റ്റിന് ബോട്ടിങ്ങിന് പോവാണ്. ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് സെയിം നമുക്ക് 2 ദർഹംസേ ഉള്ളൂ. അത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ സെയിം നോൾ കാർഡ് നമുക്ക് ടാപ്പ് ചെയ്താൽ മതി. തിരിച്ചു വരുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അത് പെർ ഹെഡ് 1 ദർഹംസേ ഉള്ളൂ. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഒരു ബോട്ട് ഫുള്ളായിരുന്നു. അപ്പൊ അത് പോവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അടുത്ത ബോട്ട് കിട്ടി. അപ്പൊ ഞങ്ങൾ കയറി ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് അപ്പുറത്തേക്ക് ജസ്റ്റ് 1 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബോട്ടിൽ. പെട്ടെന്ന് ഞങ്ങൾ ബോട്ട് ഇറങ്ങി ഇവിടെ ഇപ്പുറത്ത് ദേരയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ നടന്ന റോളക്സ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ്, ഒരു ഗ്രീൻ ലേബൽ ഉണ്ടല്ലേ, അവിടെ വരെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള ലൈക്ക് നമ്മൾ വള്ളത്തിൽ ഇങ്ങനെ അപ്പുറം അപ്പുറം ഒക്കെ ഇരുന്നിട്ട് പോവില്ലേ, ആ ഒരു വള്ളം നമുക്ക് കിട്ടും. വള്ളമല്ല, ബോട്ട് നമുക്ക് കിട്ടും. അതും 1 ദർഹമേ ഉള്ളൂ. അത് ടിക്കറ്റാണ്. അത് ടാപ്പ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല കാർഡ്. അത് നല്ല രസമായിരുന്നു. അത് ഭയങ്കര ഫീൽ ആയിരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങൾ അക്കരെ എത്തി. വീണ്ടും തിരിച്ച് ഞങ്ങളിവിടെ ഇറങ്ങി. ഇനി ഞങ്ങൾ ഭയങ്കര ദാഹമുണ്ട്. ഞങ്ങളൊരു നമ്മുടെ കേരളത്തിന്റെ തനതായ കരിക്കും വെള്ളം അവിടെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടക്കുക. കുടിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന സൈഡിൽ തന്നെ കുറേ കടകളുണ്ട്. ഈ ഡ്രസ്സൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് മേടിക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു ലൊക്കേഷനാണിത്. ഇവിടെ നമുക്ക് ഈ ലൈറ്റ് കുറേ ഉണ്ട്. വീട്ടിലേക്ക് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ, പിന്നെ അതുപോലെ ക്ലോത്ത്സ് ഒക്കെ പല ഡിഫറെന്റ് ടൈപ്പിലുള്ള പലാസോ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പാൻറ്, അങ്ങനത്തെ മെറ്റീരിയൽ ഒക്കെ മേടിക്കാൻ പറ്റും. അവിടെ മുകളിൽ ഞങ്ങളൊരു കടയിലും കുറച്ച് മെറ്റീരിയൽ കണ്ടോ, ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. അഫോർഡബിൾ ആണ്. 10 ദർഹംസിലൊക്കെ നമുക്ക് കിട്ടും.
പിന്നെ കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കേർട്ടൊക്കെ അവിടെ ഉണ്ട്. നല്ല രസമുണ്ട് അത് കാണാനും. മെറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ലതാ. പിന്നെ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു ക്യൂരിയോസിറ്റി, പെട്ടെന്ന് ഓടി കേട്ടോ. ചേട്ടൻ അങ്ങനെ കണ്ടിട്ട് കാശ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇല്ലല്ലോ. പിന്നെ ഇവിടെ കുറെ പാത്രങ്ങൾ, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തില് ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ഇത് വലിയ കാശും ആയിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ അധികം എക്സ്പെൻസും ആയിട്ടില്ല. ഫുൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തന്നെയായിരുന്നു ഞങ്ങൾ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, പോയിട്ടില്ലാത്തവർക്ക്, ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടെന്ന് അറിയാം, ഇൻ കേസ് പോകാൻ ഇങ്ങനെ താല്പര്യമുള്ളവർ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു ഞങ്ങള് ഓൾ ദുബായ്. പക്ഷെ ന്യൂ ദുബായ് ഞങ്ങൾക്ക് കാണാൻ പോകാൻ ടൈം കിട്ടില്ല. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ട്, ഒത്തിരി ടൈം കഴിഞ്ഞു. ഞങ്ങൾക്ക് മെട്രോ കയറി 11 മണിക്കാണ് ലാസ്റ്റ് ബസ്. ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് സ്ട്രെയിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾക്ക് ഉള്ള മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് അൽ ഖുബൈബയാണ്. അൽ ഖുബൈബയിൽ നിന്ന് ഞങ്ങൾ കയറി യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങും. അവിടുന്നാണ് നമുക്ക് അജ്മാനിലേക്ക് ബസ് ഉള്ളത്. E400 ആണ് ബസ് നമ്പർ. 11 മണിക്കാണ് ലാസ്റ്റ് ബസ്. നമുക്ക് കിട്ടുമോ എന്നറിയത്തില്ല. എനിവേ നമുക്ക് നോക്കാം. ഗൈസ്, ഞങ്ങൾ ചാടി ഓടി മെട്രോ ഒക്കെ കയറി മെട്രോ സ്റ്റേഷൻ ബസ് മെട്രോ ഇറങ്ങി ബസ് സ്റ്റേഷനിൽ എത്തിയപ്പം മെട്രോ ഇറങ്ങി ഞാനിങ്ങനെ പുറത്തിറങ്ങിയപ്പോ ഞാൻ ഒരു ഡബിൾ ഡെക്കർ ബസ് അവിടെ കാണുന്നുണ്ടായിരുന്നു, ലൈറ്റ് ഒക്കെ. പക്ഷെ നടന്ന് അതിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് അത് പോയി. അപ്പൊ ലാസ്റ്റ് ബസ്സും പോയി, ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല. ഞങ്ങളിങ്ങനെ പെരുവഴിയിലാണ് ഗൈസ്. ഞങ്ങളിതാ ഇന്ത്യയിൽ ഇങ്ങനെ കുറെ ടാക്സികളുടെ പുറകെ നോക്കി കൈ നീട്ടി കുറെ ആൾക്കാരോട് നിന്ന് നിങ്ങളോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. അതായത് ഒരു വഴിക്കിറങ്ങുമ്പോ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം RTA ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിടാം. ഡൗൺലോഡ് ചെയ്യാൻ മാത്രമല്ല, അത് രജിസ്റ്റർ ചെയ്തിടണം. എന്നിട്ട് ലോഗിൻ ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് ഒരു ട്രയലും കൂടെ നോക്കണം നിങ്ങള്. അതായത് ടാക്സി വല്ലതും ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ടാക്സി വന്ന് പോകുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ അകത്ത് കയറാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ അതിന്റെ അകത്ത് ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ അകത്ത് കയറാൻ പറ്റൂ. ഏകദേശം 12 മണിയായിരിക്കുന്നു എന്നാണ് എന്റെ ഒരു ഏകദേശം പണിയാക്കാൻ ഇനി 15 മിനിറ്റുകൾ മാത്രം. അതുകൊണ്ട് ഏതാണ്ട് പെട്ട അവസ്ഥയാണ്. ഇന്റർനെറ്റും തീരാറായി. ഇനി ഗൈസ് ഞങ്ങൾ എങ്ങനെ വീട്ടിൽ പോകുന്ന അറിയില്ല. ഗൈസ് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറയാം ഗൈസ്. ഞങ്ങൾക്ക് ഇതിൽ പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് എസ്ഹെയിൽ ആപ്ലിക്കേഷൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതായിരുന്നു ഈ ബസ്സിന്റെ ടൈമിംഗ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു ടാക്സി ദുബായിൽ നിന്ന് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് രജിസ്റ്റർ ആണെങ്കിലേ പറ്റത്തുള്ളൂ. ഒരുപാട് തവണ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫെയിൽഡ് എന്നായിരുന്നു കാണിച്ചത്. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷാർജ ബസ് കിട്ടി ഒരെണ്ണം. അതിൽ ഞങ്ങൾ കയറിയിട്ട് ഞങ്ങൾ ഷാർജ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് ടാക്സി പിടിച്ചു. അപ്പൊ അതാണ് യുടെ ഒരു വലിയ പ്രത്യേകത. ഒരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് നമുക്ക് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റും. ഈവൻ ടാക്സി ഒക്കെ ആണെങ്കിൽ മിഡ്നൈറ്റ് ഉണ്ട്, പക്ഷെ മെട്രോ ബസ്സൊക്കെ ആണെങ്കിൽ അതിനൊരു ടൈമിംഗ് ഉണ്ട്, ഇത്ര ടൈം വരെ ഉണ്ടാവുള്ളൂ. അപ്പൊ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തതുകൊണ്ടും ഞങ്ങൾക്ക് വലിയ എക്സ്പെൻസ് ഒന്നും വന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പോകാൻ പറ്റിയൊരു പ്ലേസ് ആണ്. പോയവർക്ക് വേണമെങ്കിലും പോകാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, എല്ലാവരും വീഡിയോ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയതായിട്ട് ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ കമന്റ്സ്, അഡ്വൈസ് ഒക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. വേറെ പുതിയൊരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.